സുഹൃത്തുക്കളെ, സഹോദരി സഹോദരങ്ങളെ, യുവതി യുവാക്കന്മാരെ, ഏവർക്കും സ്വാഗതം. ഇന്ന് 2026 മാർച്ച് മാസം 12 നോമ്പ് സംബന്ധമായ നമ്മുടെ 23ാമത്തെ സെഷനിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുവാൻ സാധിക്കുന്നതിൽ സന്തോഷിക്കുന്നു. ഇന്ന് നോമ്പുകാല അനുഭവം നമ്മളുടെ ആത്മീയ കണ്ണ് തുറക്കുന്ന അനുഭവമായി തീരണം എന്ന ആശയമാണ് നിങ്ങളോട് ഒപ്പം ചേർന്ന് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. മനുഷ്യൻ്റെ ആത്മീയ കണ്ണ് തുറക്കുന്ന നോമ്പ്, അതാണ് നമ്മുടെ വിഷയം. ഈ പരമ്പരയിൽ അനുവർത്തിച്ചിട്ടുള്ള അതേ സമീപനം ഞാനിവിടെയും ആവർത്തിക്കുകയാണ്. ഒരു പഠനം എന്ന രീതിയിൽ നോട്ട്സിൽ കേന്ദ്രീകരിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. അതുകൊണ്ട് ഞാനിവിടെ നോട്ട്സ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് മാത്രം അനുധാവനം ചെയ്ത് നമുക്ക് മുൻപോട്ട് പോകാം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ യേശു പറയുന്നു, ഞാൻ കുരുടന്മാരുടെ കണ്ണ് തുറക്കുവാൻ വന്നവനാണ്. I have come to open the eyes of the blind. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ യേശു പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. Blessed are the pure in heart, for they shall see God. ഇത് രണ്ടും നമ്മുടെ മനസ്സിൽ സംഗ്രഹിച്ചുകൊണ്ട് ചില ആത്മീയമായ അടിസ്ഥാന പ്രമാണങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ ഒന്ന് പരിചയപ്പെടുവാൻ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ യേശു പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. നമ്മൾ ആരും ദൈവത്തെ കണ്ടിട്ടില്ല, ദൈവത്തെ കാണുവാൻ സാധ്യവുമല്ല എന്നത് നമ്മുടെ അടിയുറച്ച വിശ്വാസമാണ്. നമുക്ക് മറ്റൊരു കാര്യത്തിലും വിശ്വാസമില്ലെങ്കിലും ദൈവത്തെ കാണുവാൻ സാധ്യമല്ല എന്നതിനെപ്പറ്റി നമുക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം മോശയ്ക്ക് പോലും അങ്ങനെ കണ്ണ് തുറന്ന് ശാരീരികമായ കണ്ണുകൊണ്ട് ദൈവത്തെ കാണുവാനുള്ള ആനുകൂല്യം നൽകപ്പെട്ടില്ല. അതുകൊണ്ട് ദൈവത്തെ ആർക്കും കാണാൻ സാധ്യമല്ല, ദൈവം അഗോചരനാണ്. എങ്കിലും യേശു പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. എന്തുകൊണ്ടാണ് ദൈവത്തെ കാണുവാനുള്ള ഒരു അവകാശമോ പ്രത്യേകമായ ആനുകൂല്യമോ മനുഷ്യർക്ക് ലഭിക്കാത്തതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാനവിടെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ, ഗോഡ് ഈസ് നോട്ട് എ സ്പെക്ടക്കിൾ. ദൈവം ഒരു കാഴ്ച വസ്തുവല്ല. ഇത് നാം പ്രത്യേകം തിരിച്ചറിയും. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരു കാഴ്ച വസ്തുവാക്കി മാറ്റുന്നത് അവന് വളരെ സൗകര്യപ്രദമാണ്, അവനത് ആശ്വാസം നൽകുന്നു. എന്നാൽ അതിൽ വലിയൊരു അപാകതയുണ്ട് എന്ന് തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. കാണണമെങ്കിൽ ടു സീ ഈസ് ടു കീപ്പ് എ ഡിസ്റ്റൻസ് ഫ്രം വാട്ട് യു സീ. നമുക്ക് എന്തിനെയെങ്കിലും കാണണമെങ്കിൽ നാം എന്തിനെയാണോ കാണുന്നത് അതിൽ നിന്ന് അകലം പാലിക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങളുടെ കൈപ്പത്തി നിങ്ങളുടെ കണ്ണിൻ്റെ മേൽ വെച്ചാൽ, ഇഷ്ടമയുടെ മുമ്പിൽ വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൈപ്പത്തി പോലും കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് ദൈവത്തെ കാണണം എന്ന് നാം താല്പര്യപ്പെടുമ്പോൾ ദൈവത്തെ ദൂരെ മാറ്റി നിർത്തണം, നമുക്ക് സൗകര്യമുള്ള അകലത്തിൽ മാത്രം ദൈവത്തെ നിർത്തണം എന്ന ഒരു താല്പര്യമാണ് അതിൽ പ്രവർത്തിക്കുന്നത് എന്ന് പലരും മനസ്സിലാക്കുന്നില്ല. അപ്രകാരമുള്ള നിബന്ധനയ്ക്ക് വിധേയപ്പെടുവാൻ ദൈവത്തിന് മനസ്സില്ല എങ്കിൽ അത് സ്വീകരിക്കേണ്ട കടമ നമുക്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് സാധാരണ ലൗകികമായ കാര്യങ്ങൾ കാണുന്നത് പോലെയോ നമ്മുടെ താല്പര്യത്തിനനുസരിച്ചോ ദൈവത്തെ കാണുവാൻ സാധ്യമല്ല എന്നത് ഒരു പ്രമാണമാണ്. ഞാനത് ആദ്യമേ അംഗീകരിക്കുക. അപ്പോൾ നാം ഇതുവരെ അറിഞ്ഞ വിധത്തിൽ അല്ലെങ്കിൽ നമ്മുടെ താരിപ്പനുസരിച്ച് ദൈവത്തെ കാണാൻ കഴിയുകയില്ല എന്നത് 100% ശരി തന്നെയാണ്. എങ്കിലും യേശു പറയുന്നു, നമുക്ക് ദൈവത്തെ കാണാം. ഹൃദയശുദ്ധിയുള്ളവർ എല്ലാവരും തന്നെ ദൈവത്തെ കാണും. ഇത് ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരമായി നമ്മുടെ ധ്യാനം ഭവിക്കട്ടെ. അപ്പോൾ യേശു ഇവിടെ പറയുന്ന വാക്കുകളുടെ ഒരു വലിയ നല്ല അർത്ഥം, ദൈവത്തെ കാണേണ്ടത്
കണ്ണുകൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ് എന്നാണ് യേശു പറയുന്നത്. ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം തീർച്ചയായും 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 കണ്ണുകൊണ്ടല്ല ദൈവത്തെ കാണേണ്ടത്, ഹൃദയം കൊണ്ടാണ്. യു ക്യാൻ സീ ഗോഡ് ഓൺലി വിത്ത് യുവർ ഹാർട്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ? ബിക്കോസ് ട്രൂത്ത് ക്യാൻ ബി സീൻ ഓൺലി വെൻ യു ലുക്ക് വിത്ത് ദ ഹാർട്ട്. സത്യം യഥാർത്ഥത്തിൽ കാണണമെങ്കിൽ കണ്ണുകൊണ്ട് മാത്രം നോക്കിയാൽ പോരാ, അത് ഹൃദയം കൊണ്ട് നോക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സത്യം, പ്രത്യേകിച്ച് നിത്യമായ സത്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കണ്ണുകൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ്. അതുകൊണ്ട് ദൈവത്തെ കാണണമെങ്കിൽ ഹൃദയം കണ്ണായി തീരുമ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന ഒരു പ്രമാണം യേശു ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് എന്ന് ആരും തന്നെ തിരിച്ചറിയുന്നില്ല എന്നത് നാം തിരിച്ചറിയേണ്ട ഒരാവശ്യമുണ്ട്. അപ്പോൾ ആത്മീകമായ അന്ധകാരം എന്താണെന്ന് ചോദിച്ചാൽ ഹൃദയമില്ലായ്മയാണ്. കല്ല് പോലെ ഉള്ള ഹൃദയം കൊണ്ട് നടക്കുന്നവർ, ഹൃദയ കാഠിന്യമാണ് തങ്ങളുടെ അലങ്കാരമെന്ന് വിശ്വസിക്കുന്നവർ, ഫറവോനെ പോലെയും ഹെരോദാവിനെ പോലെയും പരീശന്മാരെ പോലെയും യേശുവിൻ്റെ കാലത്തുണ്ടായിരുന്ന മഹാപുരോഹിതന്മാരെ പോലെയുമുള്ള ആളുകൾ എങ്ങനെയാണ് ദൈവത്തെ കാണുവാൻ ഇടയാകുന്നത്? കല്ല് പോലെയുള്ള ഹൃദയം കൊണ്ട് ദൈവത്തെ കാണുവാൻ സാധ്യമല്ല എന്നത് തികച്ചും സത്യം തന്നെയാണ്. അതുകൊണ്ടാണ് യേശു വളരെ വ്യക്തമായി ഇവിടെ പറയുന്നത്, ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധി ഒരിക്കലും നമ്മുടെ ഹൃദയ കാഠിന്യത്തെ അനുവദിക്കുന്നില്ല. കാഠിന്യം ഹൃദയത്തിൻ്റെ മാലിന്യമാണ് എന്ന് തിരിച്ചറിയുവാൻ ഈ നോമ്പ് കാലത്ത് നമുക്ക് ഇടയാകട്ടെ. അതുകൊണ്ട് നമുക്ക് മുൻപോട്ടുള്ള അന്വേഷണത്തിൽ നമുക്ക് ചോദിക്കാം, എന്താണ് യഥാർത്ഥത്തിൽ ഹൃദയത്തിൻ്റെ അശുദ്ധി? ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. അതുകൊണ്ട് ന്യായമായി നമുക്കറിയേണ്ട ആവശ്യമുള്ളത് എന്താണ് ഹൃദയത്തിൻ്റെ അശുദ്ധി? വാട്ട് ഈസ് സ്പിരിച്വൽ ഇംപ്യൂരിറ്റി? നമുക്കറിയാം ശാരീരികമായ മാലിന്യം, അശുദ്ധി എന്താണ്? ശാരീരികമായ അശുദ്ധി മാറ്റാനാണ് നമ്മൾ കുളിക്കുന്നത്, മുഖമൊക്കെ കഴുകുന്നത്, കൈ കഴുകുന്നത്. അപ്പോൾ അത് ബാഹ്യമായ അവസ്ഥയാണ്. യഥാർത്ഥത്തിൽ ബാഹ്യമായ അവസ്ഥ മാത്രമല്ല, അതിനും ആന്തരികമായൊരു ഘടകമുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. അത് ഈ തരുണത്തിൽ അത്രമാത്രം പ്രാധാന്യം അർഹിക്കാത്തത്. പ്രധാനമായും പൊതുവായും പറഞ്ഞാൽ ശാരീരികമായ അശുദ്ധി എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ബാഹ്യതയാണ്. അത് വെച്ചിട്ടാണ് നാം മനുഷ്യനെ മനസ്സിലാക്കുന്നതും അളക്കുന്നതും. അപ്പോൾ ദൈവത്തെ നമ്മുടെ ബാഹ്യമായ ഭക്തി പ്രകടനം കൊണ്ട് സ്വാധീനിക്കാൻ നാം ശ്രമിക്കുമ്പോൾ അത് ആത്മീയ അശുദ്ധിയാണ്. അതിന് യേശു കപടഭക്തി എന്ന് പറയുന്നു, ഹിപ്പോക്രസി എന്ന വാക്ക് ഉപയോഗിക്കുന്നു. യേശു അല്പം പോലും സഹിക്കാതിരുന്നത് ഈ കപടഭക്തിയാണ്. അത് ആത്മീകമായ അശുദ്ധിയുടെ പാരമ്യമാണ് എന്ന് വ്യക്തമായി സുവിശേഷങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് എങ്കിലും എന്തുകൊണ്ടോ അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്ന് ഈ തരുണത്തിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാം. ഇനി സ്പിരിച്വൽ impurity is harboring false assumptions and presuppositions about God. ഹൃദയത്തിൻ്റെ അശുദ്ധി എന്ന് പറഞ്ഞാൽ ദൈവത്തെപ്പറ്റി തികച്ചും അർത്ഥശൂന്യമായത്, തെറ്റായത് ധാരണകൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ദൈവത്തെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നു. ഉദാഹരണമായിട്ട് ദൈവം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് നമുക്കൊരു ധാരണയുണ്ട്. ഇപ്പോൾ യഹൂദന് ദൈവത്തെപ്പറ്റി ധാരണകൾ പലവിധമുണ്ടായിരുന്നു. ഞാനതിനെപ്പറ്റി മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആവർത്തിക്കുന്നില്ല. ആ ധാരണയുടെ വെളിച്ചത്തിൽ അതൊരു ലെൻസായി കണ്ടുകൊണ്ട് അതിൽ കൂടെ ദൈവത്തെ കാണാൻ നോക്കിയാൽ നമുക്ക് ആർക്കും കാണാൻ സാധ്യമല്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ അവൻ സ്വന്തം ജനത്തിന്റെ ഇടയിലേക്ക് വന്നു, സ്വന്തം ജനം അവനെ തിരിച്ചറിഞ്ഞില്ല. കാരണം അവൻ എപ്രകാരം ആയിരിക്കുമെന്നും എപ്രകാരം വരുമെന്നും അവർക്ക് മുൻവിധി ഉണ്ടായിരുന്നു. ആ മുൻവിധിക്കനുസരിച്ചല്ല യേശു വന്നത് എന്നതുകൊണ്ട് അവൻ വന്നപ്പോൾ അവനെ കാണാനോ തിരിച്ചറിയുവാനോ ആർക്കും കഴിഞ്ഞില്ല. അപ്പോൾ യഹൂദൻ എക്കാലത്തും ദൈവത്തെ അന്വേഷിച്ചിരുന്നു. പക്ഷെ അവൻ അന്വേഷിച്ചത് അവൻ്റേതായ തികച്ചും ആത്മീകമായ മണ്ടത്തരം നിറഞ്ഞ
സങ്കല്പത്തിൽ കൂടെ ആയിരുന്നു. അത് തിരുത്തിയിട്ടാണ് യേശു ദൈവത്തെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ലോകത്തിലുള്ള എല്ലാവരുടെയും സ്വർഗസ്ഥനായ പിതാവേ എന്ന അർത്ഥത്തിൽ എന്ന് മാത്രമേ എന്ന വിധത്തിൽ ദൈവത്തെ കാണുവാൻ, അറിയുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പഠിപ്പിച്ചത്. അപ്പോൾ അപ്രസക്തമായ സങ്കല്പങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ കാണാൻ ലോകത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പതറി നടന്നാലും അത് അർത്ഥശൂന്യമാണ്, യാതൊരു ഫലവും ഉണ്ടാകുകയില്ല. അത് പഴയ നിയമത്തിൽ പോലും വെളിപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം ഏലിയാവിൻ്റെ അനുഭവത്തിൽ ദൈവം ഭൂമി കുലുക്കത്തിൽ കൂടെ വരുമെന്ന് ഏലിയ പ്രതീക്ഷിച്ചു. മിന്നലിൽ കൂടെയും ഇടിവെട്ടുന്നതിൽ കൂടെയും വരുമെന്ന് വിചാരിച്ചു. തീയിൽ കൂടെയും കൊടുങ്കാറ്റിൽ കൂടെ വരുമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെയുള്ള ധാരണ വെച്ച് ദൈവത്തെ കാണാൻ ശ്രമിച്ചാൽ ദൈവത്തെ കാണുവാൻ സാധ്യമല്ല. അവസാനം വളരെ നേരിയ ശബ്ദത്തിൽ കൂടെ അവനോട് സംസാരിക്കുന്ന സ്റ്റിൽ സ്മോൾ വോയിസ്, അങ്ങനെയാണ് ഏലിയാവിന് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവപ്പെട്ടത് എന്നത് ഈ തരുണത്തിൽ ഓർക്കേണ്ട ഒരു ഉദാഹരണമാണ്. അപ്പോൾ നമ്മുടെ സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവത്തെ അന്വേഷിക്കാൻ അല്ലെങ്കിൽ കാണാൻ ശ്രമിച്ചാൽ അതമ്പേ പരാജയപ്പെടും എന്നതിന് യാതൊരു സംശയമില്ല. ഉദാഹരണമായിട്ട് നമ്മുടെ ഇടയിൽ, പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ഉള്ള ഒരു സങ്കല്പമാണ് മറുഭാഷയിൽ കൂടെ പറഞ്ഞാൽ മാത്രമേ ദൈവത്തിന് മനസ്സിലാകുകയുള്ളൂ. ലോകത്തിലെ മറ്റൊരു ഭാഷയും പാപം ദൈവത്തിന് മനസ്സിലാകത്തില്ല. അപ്പം അങ്ങനെ ഈ മറുഭാഷയിൽ കൂടെ മാത്രം കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്ന ദൈവത്തെ അന്വേഷിക്കുന്നവർ 10,000 വർഷം അന്വേഷിച്ചാലും എങ്ങും ചെന്ന് എത്തത്തില്ല. അവർ ഈ ഭൂമിയിൽ അവർക്ക് ലഭിച്ച നാളുകൾ പട്ടിയെ പോലെ കുരച്ചുകൊണ്ടിരിക്കുകയോ പോത്തിനെ പോലെ അമറിക്കൊണ്ടിരിക്കുകയോ ചെയ്യാമെന്നല്ലാതെ ജീവനുള്ള ദൈവത്തെ കാണുവാൻ അവർക്ക് സാധ്യമല്ല എന്നത് മുല കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും തിരിച്ചറിയാൻ സാധിക്കേണ്ട യാഥാർത്ഥ്യമാണ്. ഇനി മൂന്നാമതായിട്ട് ആത്മീയമായ ശുദ്ധി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മതപരമായി വെറും തെണ്ടികളായി ജീവിക്കുക. ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നാം ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം എപ്പോഴും തെണ്ടുകയാണ്. തെണ്ടി 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 അതിങ്ങനെ നമ്മൾ കിട്ടന്മാരായി കിട്ടണം തെണ്ടി 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 നമ്മളിങ്ങനെ കഴിഞ്ഞു പോകുകയാണ്. ആ അവസ്ഥയിൽ നമുക്ക് ദൈവത്തെ പറ്റി ചില ധാരണകളുണ്ട്. ദൈവം ആരാണ്? നമ്മൾ ആഗ്രഹിക്കുന്നൊക്കെ തരുന്ന ഒരു ക്രിസ്തുമസ് അപ്പൂപ്പനാണ്, ക്രിസ്മസ് ഫാദറാണ്. ആ ക്രിസ്മസ് ഫാദറെ നോക്കി 10,000 വർഷം ഇരുന്നാൽ നിങ്ങൾക്കൊന്നും കാണാൻ സാധ്യമല്ല. ഇരുന്ന് ചിതൽപ്പുറ്റാകാമെന്നല്ലാതെ യാതൊരു ഗുണവും ഉണ്ടാകത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കൃത്യമായ മറുപടിയുണ്ട്. അവിടെ ബെഥസ്ദ കുളക്കരയിൽ ഒരു മനുഷ്യൻ 38 വർഷം ഇങ്ങനെ കാത്തു കിടന്നു. പക്ഷെ അവൻ്റെ അവസ്ഥ എന്താണെന്ന് അവൻ അറിഞ്ഞില്ല. അവന് ദൂതനെ കാണാനോ ദൂത് വരുന്ന സമയത്തോ അതിൽ ഇറങ്ങാനോ ഒന്നും സാധ്യമല്ല. കാരണം അവൻ്റെ മനസ്സ് വേറെ എവിടെയോ ആണ്. അതുകൊണ്ടാണ് യേശു അവനോട് ചോദിക്കുന്നത്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ട്. അവനും ദൈവത്തെ കണ്ടു. എപ്പോഴാണ് കണ്ടത്? അങ്ങനെ അവിടെ കാത്തു കെട്ടി അവിടെ കിടക്കുമ്പോഴല്ല, എഴുന്നേറ്റ് നടക്കുമ്പോഴാണ് അവൻ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയാൻ ഇടയായത്. അപ്പോൾ നാം കാണിക്കുന്ന മണ്ടത്തരം എന്താ ചോദിച്ചാൽ, നാം ദൈവത്തെ ഒരു ബിംബമാക്കി, ഒരു ഐഡലാക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഓരോ പള്ളിയുടെ നാം പണിയുന്ന കൊച്ചു കൊച്ചു കൊത്തളങ്ങൾക്കകത്ത് ദൈവത്തെ ബിംബങ്ങളാക്കി വെച്ച് ആരാധിക്കുന്ന മണ്ടത്തരത്തിലാണ് നാം പെട്ടുപോയിരിക്കുന്നത്. അതുകൊണ്ടാണ് നാം ഇത്രയും അധപ്പതിച്ചു പോയത്. നമ്മുടെ കണ്ണു തുറക്കേണ്ട ആവശ്യമുണ്ട് എന്ന് ഈ നോമ്പ് കാലത്തെങ്കിലും തിരിച്ചറിയാൻ നമുക്ക് ഇടയാകട്ടെ. അതുകൊണ്ട് നാം ദൈവത്തെ കാണാതിരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, നാം ദൈവത്തെ ഒരു ബിംബമായി നമ്മുടെ കൈകൊണ്ട് മാത്രം കൊത്തി ഉണ്ടാക്കുന്ന ഒരു ബിംബമായി മനസ്സിലാക്കുകയും അതിൽ കൂടെ ദൈവത്തെ കാണാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഞാൻ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് ഐഡലട്രി ഓഫ് ഡിനോമിനേഷൻ. നാം യഥാർത്ഥത്തിൽ ആരാധിക്കുന്നത് നമ്മുടെ ചെറിയ ചെറിയ സഭകളെയാണ്, സഭാവിഭാഗങ്ങളെയാണ്, നമ്മുടെ ഡിനോമിനേഷൻസിനെയാണ്. മാർത്തോമക്കാർ മാർത്തോമ സഭയെ ആരാധിക്കുന്നു, CSIക്കാർ അവരുടെ സഭയെ ആരാധിക്കുന്നു, കത്തോലിക്കർ അവൻ്റെ സഭയ്ക്ക് അപ്പുറത്ത് ദൈവമില്ല. പിന്നെ പെന്തക്കോസ്തുകാരുടെ കാര്യം പറയാൻ വേണ്ട. ഇതൊക്കെ വെറും അജ്ഞതയുടെയും അന്ധകാരത്തിൻ്റെയും ദൈവത്തെ ഒരു ബിംബമാക്കി അധപ്പതിക്കുന്നതിൽ കൂടെ മനുഷ്യൻ വിളിച്ചു വരുത്തുന്ന ആത്മീയ അപകടങ്ങളുടെയും ബാഹ്യ പ്രകടനങ്ങളാണ് എന്ന് ഒന്ന് തിരിച്ചറിയാൻ നമുക്ക് ഇടയായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. നാലാമതായി,
ആത്മീകമായ അശുദ്ധി എന്താണെന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ സൂചിപ്പിച്ചതിന് തുടർച്ചയായി പറയുകയാണ്, ദൈവത്തെ നമ്മുടെ സഭകളിലും അവിടെ നടക്കുന്ന ആരാധനാക്രമങ്ങളിലും അവിടെ ഉരുവിടുന്ന ആവർത്തിക്കപ്പെടുന്ന വിശ്വാസ പ്രമാണങ്ങളിലും തത്വങ്ങളിലും, ഡോക്ട്രിൻസ്, ഡോഗ്മാസ്, റിച്വൽസ്, ട്രഡീഷൻസ് ഓഫ് ദി ചർച്ച്, ഇതിൽ മാത്രം തങ്ങി നിൽക്കുന്ന ഒരു ദൈവം. ഇതിനപ്പുറത്ത് അബദ്ധത്തിൽ പോലും ഒരു ചുവട് വെക്കാൻ നമ്മൾ ദൈവത്തിന് സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല, കൊടുക്കുകയുമില്ല. എന്നാൽ നാം ഈ പറയുന്ന ഒരു കാര്യവും ആശ്രയിച്ചല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ വലിയ വലിയ പ്രാധാന്യം കൊടുത്ത് ഉരുവിടുന്ന ഈ വിശ്വാസ പ്രമാണങ്ങൾ, ഉദാഹരണം പറഞ്ഞാൽ നമ്മളിൽ എത്ര പേർ തൃത്വത്തെ അനുസരിച്ച് ജീവിക്കുന്നുണ്ട്? നമ്മുടെ ജീവിതവും തൃത്വമായിട്ടുള്ള ബന്ധം എന്താണ്? സത്യമായിട്ട് നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾ ചിരിച്ച് മണ്ണുക. ട്രിനിറ്റി അർത്ഥശൂന്യമാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, നമ്മൾ യുദ്ധം ചെയ്യും ഏതെങ്കിലും ഒരു വിശ്വാസ പ്രമാണത്തെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ, പക്ഷേ അത് നമ്മളുമായി യാതൊരു ബന്ധവുമില്ല. നമ്മുടെ ഏതെങ്കിലും ഒരു ജീവിതാനുഭവത്തിൽ തൃത്വം എന്നാൽ ഇന്നതാണ്, ഞാൻ അതിനനുസരിച്ച് പ്രവർത്തിക്കും എന്ന്, ഞാൻ തൃത്വം എന്ന ആശയത്തെ ആസ്പദമാക്കിയാണ് മകനെ സ്കൂളിലേക്ക് അയക്കുന്നത്, അല്ലെങ്കിൽ മകളെ എന്നെ കോളേജിൽ ചേർക്കുന്നത്. അത് തൃത്വത്തിൻ്റെ ആശയ സമ്പുഷ്ടി അനുസരിച്ചാണ് എൻ്റെ മകൾക്ക് ഞാൻ വരനെ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ തൃത്വത്തിൻ്റെ മാഹാത്മ്യം അനുസരിച്ച് വേണം മകളെ നിൻ്റെ ജീവിതത്തിൻ്റെ കൂട്ടാളിയായ നിൻ്റെ ഭർത്താവിനെ കണ്ടുപിടിക്കേണ്ടത് എന്ന് ഉപദേശിക്കുന്ന ഒരു അപ്പനോ അമ്മയോ ക്രിസ്ത്യാനികളുടെ ഇടയിലില്ല എന്നത് തികച്ചും സത്യം തന്നെയാണ്. മാത്രവുമല്ല, നമ്മളെ തന്നെ, നമ്മൾ വളരെ ചെറിയ ആളുകളാണല്ലോ, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെയോ ജീവിതത്തിൻ്റെയോ ആകത്തുക ഏതെങ്കിലും ഒരു പ്രമാണത്തിൽ ഒതുക്കാനുണ്ടോ? ഇപ്പം ഞാൻ 10 വയസ്സായിരുന്നപ്പോൾ, 20 വയസ്സായിരുന്നപ്പോൾ, 30 വയസ്സ്, 40 വയസ്സ്, 50 വയസ്സ്, 60 വയസ്സായിരുന്നു, ഓരോ ഘട്ടത്തിലും എൻ്റെ അവസ്ഥയും എൻ്റെ വ്യക്തിത്വവും വ്യത്യസ്തമായിരുന്നു. അപ്പോൾ ഈ 10ാമത്തെ വയസ്സിൽ എന്നെ നിർവചിച്ചു, അത് 40ാമത്തെ വയസ്സ് വരുമ്പോൾ അത് അസാധുവായി പോകും, അത് 60ാമത്തെ വയസ്സാകുമ്പോൾ കൂടുതൽ അസാധുവായി പോകും. ഒരു ചെറിയ വ്യക്തിയായ എന്നെ പറ്റി അതാണെങ്കിൽ, തെറ്റിനും എല്ലാറ്റിൻ്റെയും കാരണഭൂതനുമായ ദൈവത്തെ എങ്ങനെയാണ് നമ്മുടെ ചില വാക്കുകളിൽ ഒതുക്കാനൊക്കുന്നതെന്ന് എനിക്കിന്ന് വരെ മനസ്സിലാകുന്നില്ല. ഇത് മനുഷ്യൻ്റെ മൊണ്ണത്തരമാണ്, പൊട്ടത്തരമാണ്, അഹങ്കാരമാണ്. അത് നമ്മുടെ മനസ്സിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്നിടത്തോളം കാലം ദൈവത്തെ കാണാൻ നമുക്ക് സാധ്യമല്ല. നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന മതമാലിന്യമാണ് ഇപ്രകാരമുള്ള സങ്കല്പങ്ങൾ എന്ന് തിരിച്ചറിയുവാൻ സർവശക്തനായ ദൈവം, സത്യത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും ഉറവിടവുമായ ദൈവം ഈ നോമ്പ് കാലത്തെങ്കിലും നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ ഒരു സഭയ്ക്കുള്ളിലല്ല കാണുന്നത്. ദൈവം നമ്മോട് കൂടെ സഞ്ചരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും അവൻ നമ്മോട് കൂടെയുണ്ട്. നാം ഇരിക്കുന്നതും ചരിക്കുന്നതും ആയിരിക്കുന്നതും അവനിലാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ പ്രവൃത്തിയുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. നമുക്കറിയാം, 21 സങ്കീർത്തനം നമുക്ക് കാണാൻ പാഠം അറിയാം. ദൈവം നമ്മെ നീതിയുടെ പാതയിൽ നടത്തുന്നു. അങ്ങനെ നീതിയുടെ പാതയിൽ നടക്കുമ്പോൾ മാത്രമാണ് ദൈവം നമ്മോട് കൂടെ ഉള്ളത്. ഏതെങ്കിലും പള്ളിയുടെ ബെഞ്ചിൽ പോയി കിടന്നോ ചെറുകുത്തിയോ ഉറങ്ങിയോ ഇരുന്നാൽ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന് പറയണമെങ്കിൽ നമ്മൾ ദൈവത്തെ കൊഞ്ചനം കാണിക്കുകയാണ്. കൂരിൽ താഴ്വരയിൽ കൂടെ നടന്നാലും നീ എന്നോട് കൂടെയുണ്ട് എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. Even if I walk through the valley of the shadow of death, നീ എന്നോട് കൂടെയുണ്ട്. ആ സമയത്ത് ദൈവത്തെ അനുഭവിക്കാനും കാണാനും സാധിക്കും. അല്ലാതെ തന്നിഷ്ടമനുസരിച്ച് വെറും സങ്കുചിതമായ താല്പര്യത്തിൽ ഇരിക്കുകയും ഇരുന്ന് ഉറങ്ങി മടി കൊണ്ട് ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മണ്ണവിശ്വാസി കണ്ടു പറഞ്ഞാൽ ദൈവത്തെ കാണാം, അല്ലെങ്കിൽ പള്ളിയിൽ പോയാൽ ദൈവത്തെ കാണാമെന്നൊക്കെ പറഞ്ഞാൽ ആ ദൈവത്തെ പറ്റി ഏതർത്ഥത്തിലാണ് ക്ഷമിക്കാം നാം പരാമർശിക്കുന്നത് എന്ന് ദയവായി ചിന്തിക്കണമേ. അതുകൊണ്ട് നാം തൃത്വത്തിന് സ്തുതിയൊക്കെ ചൊല്ലുമെങ്കിലും സത്യം പറഞ്ഞാൽ നാം തൃത്വത്തെ പ്രാവർത്തികമായി ഒരിക്കലും അറിയുകയോ അനുസരിക്കുകയോ മാനിക്കുകയോ ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ നാം എല്ലാവരും യൂണിറ്റേറിയൻസ് ആണ്.
അതും സൗകര്യമനുസരിച്ച് യേശുവിൻ്റെ നാമത്തിൽ ചില കാര്യങ്ങളൊക്കെ പറയുന്നു, ശബ്ദം പുറപ്പെടുവിക്കുന്നു. പിന്നെ ചിലർക്ക് പരിശുദ്ധാത്മാവിനെ എടുത്തു കാട്ടുന്നു. അത് വലിയ രസമായ കാര്യം. പരിശുദ്ധാത്മാവിനെ എടുത്തു കാട്ടുന്നവർ യേശുവിനെ മറന്നുപോകും. യേശുവിനെ ഓർക്കുന്നവർ പരിശുദ്ധാവിനെ മറന്നുപോകും. യേശുവിനെയും പരിശുദ്ധാത്മാവിനെ ഓർക്കുന്നവർ പിതാവാ ദൈവത്തെ മറന്നുപോകും. പക്ഷെ നമ്മളെല്ലാവരും തൃത്വത്തിന് സ്തുതി പാടുകയും ചെയ്യും. ഇത് നിങ്ങളുടെ അനുഭവമായി കൂട്ടിച്ചേർത്ത് അല്പം ഒന്ന് തുറന്ന മനസ്സോട് ചിന്തിച്ചാൽ ഞാൻ പറയുന്നതാണ് എൻ്റെ സത്യമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. നമ്മുടെ അവസ്ഥ അത്രമാത്രം അപഹാസ്യമാണ്. ഒന്ന് ചിന്തിച്ചാൽ നമ്മൾ ലജ്ജിച്ച് തല താഴ്ത്തിപ്പോകും. അതുകൊണ്ട് യേശു എന്തുകൊണ്ട് മരുഭൂമിയിലേക്ക് വാങ്ങിപ്പോയി എന്ന് ചോദിച്ചാൽ, അവിടെ ദൈവമായുള്ള മനുഷ്യന്റെ ബന്ധത്തിന്റെ സത്യം എന്ത് എന്ന് തിരിച്ചറിയുവാനായി യേശു കടന്നുപോയതാണ്. അതിൻ്റെ ഫലമായി അവൻ ദൈവ സാന്നിധ്യം അറിയുകയും ദൈവത്തെ കാണുകയും അങ്ങനെ ദൈവത്തെ കാണുകയും അറിയുകയും ചെയ്തുകൊണ്ട് ദൈവവുമായി പൂർണ്ണ താതാത്മ്യം പ്രാപിക്കുകയും ചെയ്തു എന്നതാണ് തൻ്റെ വ്യക്തിത്വത്തിൻ്റെയും ദൗത്യത്തിൻ്റെയും രത്നച്ചുരുക്കമെന്ന് യേശു തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം നമുക്ക് പരിചിതമാണ്. ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു. ആ അവസ്ഥയാണ് ദൈവത്തെ കാണുന്ന അവസ്ഥ. ആ അവസ്ഥയാണ് ഹൃദയ ശുദ്ധിയുടെ അവസ്ഥ എന്നതത്രേ സുവിശേഷം നമുക്ക് നൽകുന്ന ആത്മീയമായ അറിവ്. അപ്പം അതുകൊണ്ട് നാം യഥാർത്ഥത്തിൽ ദൈവത്തോട് താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നു. നാം ദൈവത്തിലാണ്, ദൈവം നമ്മളിലാണ്, യേശു നമ്മോട് കൂടെയുണ്ട് എന്നതിൻ്റെ തെളിവെന്താണ്? അങ്ങനെ ദൈവത്തോട് താതാത്മ്യം പ്രാപിച്ചിട്ടുള്ള എല്ലാവരുടെയും വ്യക്തിത്വം പരിപൂർണമായി രൂപാന്തരപ്പെടുകയും അവർ അത്ഭുതാവഹമായ വളർച്ച പ്രാപിക്കുകയും അവരുടെ ജീവിതം സമ്പുഷ്ടമായി തീർന്ന് അനേകർ അനുഗ്രഹിക്കപ്പെടുവാൻ നിദാനമായി തീരുകയും ചെയ്യും. അതാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ 2000 വർഷത്തെ ചരിത്രം നമ്മെ ഉച്ചസ്ഥിരം വിളിച്ചറിയിക്കുന്നത് എന്ന് ദയവായി മനസ്സിലാക്കുക. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ വന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും അത്രേ. ആ സമൃദ്ധി ആണ് നാം ദൈവത്തെ കണ്ടു അറിഞ്ഞു എന്നതിൻ്റെ തെളിവ്. ഞാനിവിടെ എഴുതിയിരിക്കുന്ന അവസാനത്തെ ഭാഗം, ഫുൾനെസ് ഈസ് സെലിബ്രേഷൻ. അങ്ങനെ ദൈവത്തെ കാണുകയും അറിയുകയും ചെയ്യുന്നത് ജീവിതം എപ്പോഴും ഒരു ആഘോഷമായിരിക്കും. അല്ലാത്തവർ മരിക്കുന്നത് വരെ, അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ നാം കാണുന്ന സുന്ദരമെന്ന ഗോപുരത്തിന്റെ പടിവാതിൽക്കൽ നിന്ന് ഭിക്ഷയാചിക്കുന്ന മനുഷ്യനെ പോലെ അന്ത്യശ്വാസം വരെ ഭിക്ഷയാചിക്കുന്നവരായി മാത്രം കഴിഞ്ഞുകൂടും. അവർ പുത്രത്വത്തിന്റെ അനുഭവവും അനുഗ്രഹവും എന്താണെന്ന് ഒരിക്കലും അറിയാതെ കണ്ണടച്ചു പോകും. അതാണ് ലോകത്തിലെ ഏറ്റവും മർമ്മഭേദകമായ ദുരന്തം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇതിൽ നിരന്തരം പങ്കെടുക്കുന്ന, താല്പര്യത്തോടെ പങ്കെടുക്കുന്ന ഏവരോടുമുള്ള എൻ്റെ സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.